പറയായിരുന്നു കുറച്ചും കൂടെ ഒക്കെ നന്നാവാമായിരുന്നു. എന്താ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം തന്നെ, വലിയ പ്രത്യേകിച്ച് ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു 10 വർഷക്കാലത്തെ ഭരണമൊക്കെ? എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല. ഒപ്പിക്കാന്നാണോ? ഒപ്പിക്കാം. ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയാണ്, അങ്ങേര് വന്ന് കേരളം നശിച്ചു. പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ. എന്താ ഇദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം? ഇതുപോലത്തെ ഒരു പ്രധാന മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഇത്രയും മികച്ചതെന്നാണോ? തന്നെ മികച്ചത്. ഇതിനെ പോലെ നല്ല പ്ലാനിങ്ങും എല്ലാം ഉള്ള വേറൊരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പുരോഗമനം കേരളത്തിനുണ്ടാകും. അഴുക്ക കാര്യമുണ്ട്, നല്ല കാര്യമുണ്ട്. പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച് ആൾക്കാർക്ക് 600-ലും 1000-ലും കിടന്നവരെ ഇപ്പൊ 2000 ആക്കി. അതൊക്കെ നല്ല കാര്യങ്ങള്. പിന്നെ ഈ മോഷണ കാര്യം കൂട്ടിരിക്കയല്ലേ, അപ്പൊ അത് ചീത്ത കാര്യമല്ലേ. ഇയാള് കോടികളും കൊണ്ട് അമേരിക്കയിൽ ചേക്കേറാനായിട്ടിരിക്കണ്. ഇവിടെ അതിദാരിദ്ര്യ കേരളം എന്ന് അയാൾ പ്രഖ്യാപിച്ച്. എവിടെ ദാരിദ്ര്യം മാറി? ഒടത്തും മാറിയില്ല. അത് ദാരിദ്ര്യം ഈ കേരളത്തിനകത്തുള്ളൂ. പിന്നെ ദാരിദ്ര്യം തീർന്നില്ല. ആൾക്കാർക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാർ കഷ്ടതയും കഷ്ടപ്പാടും, വീടില്ലാതെയും വഴിയില്ലാതെയും വസ്ത്രമില്ലാതെയും ആഹാരമില്ലാതെയും അവർ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് തോന്നുന്നത്. നമ്മളെന്ന് പാവങ്ങളെല്ലാം പണം പിരിച്ച് അവർ കോടീശ്വരായി. ഈ പാവങ്ങൾ എത്രയോ പേര് ആഹാരം വസ്ത്രം എത്ര ആൾക്കാർ കിടന്നു. ഈ ആശുപത്രിയിലൊക്കെ കാണുന്നില്ലേ, സമയത്തിന് മരുന്നുണ്ട്. എന്തോന്ന് കേരളം എന്ന് പറഞ്ഞൊരു വലിയൊരു വണ്ടിയും വിളിച്ച് കിടന്ന് സൂയിച്ച് അന്നാണ് ആ നേരം ഇവിടെ ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ആ വണ്ടിയും ഇല്ല. വണ്ടി മ്യൂസിയത്തിൽ കാഴ്ച ബംഗ്ലാവിൽ വെച്ചേക്കണ്. मिनिस्टर मिनिस्टर सीएम है। सीएम अब कहाँ है? मैं इधर तो कहाँ का है? कलकत्ता, वेस्ट बंगाल। वेस्ट बंगाल। हाँ। सीएम ने रही हो? हाँ, उसको मालूम है, फोटो देखा। सेम अच्छा सीएम है। इधर का केरला का प्लेस भी अच्छा है, बहुत अच्छा है। और इधर का जो आदमी लोग बहुत अच्छा लगता है मेरे को. എന്തായാലും ജനാധിപത്യ രാജ്യമാണല്ലോ ഇത്. അപ്പൊ എന്തായാലും ഭരണമാറ്റം അനിവാര്യമാണ്. ഒരു പാർട്ടിക്ക് തന്നെ തുടർച്ചയായിട്ട് കൊടുക്കുന്നതിനകത്ത് യോജിപ്പില്ല. പുതിയ പാർട്ടികളും നേതൃത്വ നിരയിലേക്ക് വരണം. കാരണം ഇവർ ചെയ്യുന്നതിനകത്ത് ഒത്തിരി മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട്. അത് എണ്ണി പറഞ്ഞ ഒത്തിരി ഉണ്ട്. അപ്പം പുതിയ പാർട്ടികൾക്കും പുതിയ ആൾക്കാർക്കും പുതിയ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വികസനം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ ഇനി പുതിയൊരു നേതൃത്വ നിര വരട്ടെ എന്നാണ് ആഗ്രഹം. ഇത് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന മണ്ടന്മാർ. ഒന്ന്, ജനാധിപത്യം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അത് ആദ്യം പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഇലക്ഷൻ സമ്പ്രദായം ശരിയല്ല. അത് PR സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം, ഇതേപോലത്തുള്ള സാധനങ്ങളെയൊന്നും ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും ഒരിക്കലും അറിഞ്ഞുകൂടാ. കാരണം ഇവർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. ഇവർക്കിത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. പിന്നെ ഒരു സിസ്റ്റം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം പറയുന്നവർ ഭരണഘടനയാണ് പറയേണ്ടത്. ഭരിക്കുന്നത് പാർട്ടിയല്ല ഭരിക്കേണ്ടത്, ഭരണഘടനയാണ് ചെയ്യുന്നത്.